ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദനേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിൽ ദശകം 1 ഭഗവത് സ്വരൂപവും മാഹാത്മ്യവും. ശ്ലോകം 3. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വം യത്തത്പരാഭ്യാം അപരികലനദോ നിർമ്മലം തേന താവദ്ഭൂതേർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദിയത് ആച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നമസ്തേ. ഗുരുവായൂരപ്പ, അങ്ങയുടെ സ്വരൂപം ശുദ്ധ തത്വാത്മകമാണ്. അത് സജ്ജനങ്ങളായ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ആനന്ദം പ്രദാനം ചെയ്യുന്നതാണ്. ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് വ്യക്തമായി വെളിയിൽ കാണപ്പെടാൻ സാധിക്കാത്തതുപോലെ അങ്ങയുടെ തത്വം മായയിൽ ആച്ഛാദിതമായി ഒളിഞ്ഞിരിക്കുന്നു. സജ്ജനങ്ങൾ കേട്ടും അറിഞ്ഞും അങ്ങയുടെ തത്വം മനസ്സിലാക്കി അങ്ങയിൽ രമിക്കുന്നു. സാധാരണ ശരീരങ്ങൾ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ത്രിഗുണ പ്രകൃതിയടങ്ങിയതാണ്. എന്നാൽ അങ്ങ് പഞ്ചഭൂതങ്ങളെയും ത്രിഗണങ്ങളെയും എല്ലാം അങ്ങിൽ തന്നെ അടക്കി ഗുണാതീതനായി ശുദ്ധവസ്തുവായി സ്ഥിതി ചെയ്യുന്നു. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അടങ്ങിയ അനേകം ഭൂതങ്ങൾ അങ്ങിൽ നിന്ന് ഉത്ഭൂതങ്ങളായി തീർന്നിരിക്കുന്നു. അത് വ്യാസദേവൻ വ്യക്തമാക്കുന്നുണ്ട്. ഏകബ്രഹ്മമാണ് നാനാവിധ രൂപഭാവങ്ങളോടുകൂടി ഉത്ഭവിച്ച് ലോകം നിറഞ്ഞു നിൽക്കുന്നത്. ഇവയെല്ലാം പരമസുഖമായി സ്വച്ഛമായി അങ്ങേക്കുള്ളിൽ നിർഭാസ്യമായി സ്ഥിതി ചെയ്യുന്നു. അവയെല്ലാം അങ്ങിൽ തന്നെ രമിക്കുന്നു. ധന്യാത്മാക്കളായവർ അങ്ങയുടെ വിഗ്രഹത്തിൽ രമിക്കുന്നു. അങ്ങയുടെ വിഗ്രഹത്തിൻ്റെ മഹിമ പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അതു കാതിനും കരളിനും മധുരമാണ്, മനസ്സിന് പരമാനന്ദം പ്രദാനം ചെയ്യുന്നതാണ്. ശുദ്ധാത്മാക്കളായ പുണ്യപുരുഷന്മാർ അങ്ങയെ പെട്ടെന്നറിയുന്നു. അജ്ഞാനികൾക്ക് അങ്ങയെ ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല. ശുദ്ധ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയാണിവിടെ വർണ്ണ്യവിഷയം. ആ ശുദ്ധ ബ്രഹ്മമാണ് ഗുരുവായൂരിൽ സ്വരൂപമെടുത്ത് വിരാജിക്കുന്നത്. അങ്ങയുടെ ദർശനം പുണ്യാത്മാക്കൾക്ക് നിർവൃതിയാണ്. നമസ്തേ. ശ്ലോകം 4. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മലം ബ്രഹ്മസിന്ധൗ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വം മാഗുസ്തദാത്മാ
കസ്മാന്നോ നിഷ്കളസ്ത്വം സകലയദേവജത്വത്കലാസേവ ഭൂമൻ. നമസ്തേ. നിർഗുണ പരബ്രഹ്മം സദാ നിശ്ചലമാണ്, നിർവികാരമാണ്. അതിന് ഒരിക്കലും ഒരു ഭേദവുമില്ല. അത് നിത്യമാണ്, പൂർണ്ണമാണ്. പൂർണ്ണത്വം ഈശ്വരന് മാത്രമേയുള്ളൂ. 16 കലയാണ് പൂർണ്ണം. ആ 16 കലകളും പൂർണ്ണമായുള്ളത് പരബ്രഹ്മത്തിന് മാത്രമാണ്. ശ്രീകൃഷ്ണൻ പരബ്രഹ്മമാണല്ലോ. അതാണല്ലോ കവി ഗുരുവായൂരപ്പനെ നിത്യപൂർണേ എന്ന് സ്തുതിച്ചത്. കവി ഗുരുവായൂരപ്പനെ നിത്യപൂർണേ എന്ന് സ്തുതിച്ചത്. ശ്രീകൃഷ്ണൻ പൂർണ്ണ അവതാരമാണ്. ശ്രീകൃഷ്ണനെ അവതാരമായിട്ട് മാത്രമല്ല ഭാഗവത്തിൽ പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് പറയുന്നത്. കൃഷ്ണൻ സ്വയം ഭഗവാൻ തന്നെയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ശ്രീകൃഷ്ണൻ്റെ കർമ്മങ്ങൾ അതിനുദാഹരണങ്ങളാണ്. ഒരിക്കലും നശിക്കാത്തതാണ് ബ്രഹ്മം. അതാണ് നിത്യമെന്ന് പറയുന്നത്. പൂർണ്ണ കലകളോട് ശോഭിക്കുന്നത് കൊണ്ടാണ് പൂർണ്ണൻ എന്ന് പറയുന്നത്. ആ ബ്രഹ്മം സൃഷ്ടികാലത്ത് പല രൂപത്തിലായി തീരുന്നു. ആ രൂപങ്ങളും പരമാനന്ദം പ്രദാനം ചെയ്യുന്നവയാണ്. ആ രൂപം ദർശിക്കുന്ന പുണ്യാത്മാക്കൾക്ക് ദർശന മാത്രയിൽ തന്നെ പീയൂഷം നുകരുന്ന നിർവൃതിയാണ് ഉണ്ടാവുക. കൃഷ്ണനും വിഷ്ണുവും ശ്രീ മഹാദേവനും ദേവിയുമെല്ലാം തന്നെ ഒരേ ഭഗവാന്റെ നാനാ രൂപങ്ങളാണ്. ഈ ദേവീദേവന്മാരെല്ലാം തന്നെ നിഷ്കളങ്കരാണ്. ബ്രഹ്മമാകുന്ന ജലധിയിലെ കല്ലോല തരംഗങ്ങളാണ്. എല്ലാ ദേവന്മാരും ആത്മാക്കളും ജലനിധിയിലെ കല്ലോലങ്ങളായി ഉല്ലസിച്ച് കഴിയുകയാണ്. ഒടുവിൽ എല്ലാം ജലധിയിൽ ലയിക്കുന്നു. ബ്രഹ്മത്തിനപ്പോഴും ഒഴിവുമില്ല. സമുദ്രത്തിൽ നദികളെന്ന പോലെ എല്ലാ ദേവന്മാരും നിർമ്മല ജലധിയായി കാണപ്പെടുന്നു. ഏകബ്രഹ്മം പലതായും പലത് ഏകമായും തീരുന്ന അവസ്ഥയാണിത്. സമുദ്രത്തിനുള്ളിലെ മുത്തുമണികൾ കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ ബ്രഹ്മമാകുന്ന ബിന്ദുവിൽ നിർലീനമായിരിക്കുന്ന ത്രിഗുണദേവന്മാരെ കണ്ടുപിടിക്കുമെന്നതും പ്രയാസമാണ്. സമുദ്രത്തിലെ തിരമാലകൾ പോലെ സത്യാത്മാക്കൾ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ബ്രഹ്മത്തിന് സമുദ്രമായും തിരമാലകളെ അതിലെ ജീവികളായും ഉപമിക്കുന്നു. തിരമാലകൾ വന്നും പോയും ഇരിക്കുന്ന പോലെയല്ലേ ജീവികൾ വരികയും പോകുകയും ചെയ്യുന്നത്? അത് അങ്ങ് നിഷ്കളങ്കനായി നോക്കി നിൽക്കുകയല്ലേ ചെയ്യുന്നത്? സർവസാക്ഷിയായ ഭഗവാൻ ഇതെല്ലാം കാണുന്നു. എന്നാൽ അങ്ങയെ അധികമാരും ശരിക്കറിയുന്നില്ല. അങ്ങയുടെ അംശാവതാരങ്ങളായ ദേവന്മാരെയാണ് മനുഷ്യർ ഈശ്വരനായി പൂജിച്ചാരാധിക്കുന്നത്. ഏതു ദേവനെ പൂജിച്ചാലും അതിൻ്റെ ഫലം താനാണ് കൊടുക്കുന്നതെന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്. യോ യോ യാം യാം ധനം ഭക്തഃ ശ്രദ്ധയാർച്ചിതുമിച്ഛതേ തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധ്യാമ്യഹം. ഏതേതു ഭക്തൻ ഏതേത് വിഗ്രഹത്തെ വിശ്വാസത്തോടെ ഉപാസിക്കുന്നുവോ അതത് ഭക്തന് അതത് ദേവന്മാരിൽ ഉറച്ച ശ്രദ്ധയെ ഞാൻ കൊടുക്കുന്നു. അതിനുള്ള ഫലം ആ ദേവതയിൽ നിന്ന് അവന് കിട്ടുന്നു. അത് താനാണ് കൊടുക്കുന്നതെന്ന് അവർ അറിയുന്നില്ല. എന്നാൽ ജ്ഞാനികൾ അറിയുന്നു. അജ്ഞാനികൾ അത് അറിയുന്നില്ല. അങ്ങ് സർവവ്യാപിയും പരമകാരുണികനുമായ ദേവനാണെന്നും മറ്റ് ദേവന്മാർ അങ്ങയുടെ അവതാരങ്ങളാണെന്നും ജ്ഞാനികൾ അറിയുന്നു. അതിനാൽ അവർ അങ്ങയെ സർവാത്മനെ ആശ്രയിച്ച് സേവിക്കുന്നു. ഞാനും അങ്ങേ തന്നെ ആശ്രയിക്കുന്നു. സത്യസ്വരൂപനും പൂർണ്ണനും നിഷ്കളങ്കനും സർവവ്യാപിയും എല്ലാത്തിനും പരമകാരുണികനുമായ ഹേ ഗുരുവായൂരപ്പ, ഞാൻ രോഗനിവാരണത്തിന് അങ്ങയെ സേവിക്കാൻ തയ്യാറാണ് എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. ശ്ലോകം 5. നിർവ്യാപാരോ അഭിനിഷ്ക്രിയോ
കാരണം അജപജസേ യത്ക്രിയാം ഈക്ഷണാഗ്യാം തേനൈവോദേതിലീനാ പ്രകൃതിർ അസതി കൽപ്പാഭികൽപ്പാദികാലേ തസ്യാ സംശുദ്ധം അംശം കമപിതം അതിരോധായകം സത്വരൂപം സാത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഇവിടെ നിർഗുണ ബ്രഹ്മം സഗുണ ബ്രഹ്മമായി പരിണമിക്കുന്നതിനെ ബോധിപ്പിക്കുന്നു. അതായത് ബ്രഹ്മം മായയെ അവലംബിച്ച് സൃഷ്ടികാര്യങ്ങളിൽ വ്യാപൃതനാകുന്ന കാര്യം പറയുന്നു. ഹേ ഭഗവാൻ, അങ്ങ് നിർവ്യാപരനാണെങ്കിലും യാതൊരു കാരണവും കൂടാതെ അജയനായി ക്രിയ ചെയ്യുന്നതായി കാണുന്നു. ശുദ്ധ ബ്രഹ്മത്തിന് ചെയ്യേണ്ട യാതൊന്നും തന്നെ ഇല്ല. എന്നിട്ടും അങ്ങ് കൽപ്പാതി മുതൽ സൃഷ്ടി സ്ഥിതി സംഹാര കാര്യങ്ങൾ മായയെ അവലംബിച്ച് പ്രകൃതിക്ക് അനുകൂലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങയുടെ ആ അംശങ്ങളെല്ലാം കൽപ്പാന്തത്തിൽ അങ്ങയിൽ ലീനമായി തിരോഭവിക്കുന്നു. അപ്പോഴും ഭഗവാനെ അങ്ങ് സ്വന്തം മഹിമയാൽ സ്വവൈഭവം കൊണ്ട് സ്വരൂപം ധരിച്ച് വൈകുണ്ഠത്തിൽ വിഷ്ണു രൂപത്തിൽ വിരാജിക്കുന്നു. സഗുണരൂപം മായ കൊണ്ട് പ്രപഞ്ചരൂപമായി വിരാജിക്കുന്നു. തൻ്റെ ഒരു ചെറിയ അംശം കൊണ്ടാണ് പ്രപഞ്ചകാര്യം ചെയ്യുന്നതെന്നും ഭഗവാൻ ഗീതയിൽ പറയുന്നു. വിഷ്ടാഭ്യാഗമിതം ഹൃത്സമേകാം ശേനസ്ഥിതോ ജഗത്. ബ്രഹ്മാണ്ട കോടികൾ കളിയാടുന്ന ഈ ലോകം മുഴുവൻ നിലനിർത്തിപ്പോരുന്ന എൻ്റെ ഒരു ചെറുഭാഗമാണ്. നിഷ്ക്രിയനായ ഭഗവാന് ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിലും അദ്ദേഹം സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഗീതയിൽ ഇപ്രകാരം പറയുന്നു: നമേ പാർത്ഥാസ്യ കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. പാർത്ഥ, എനിക്ക് ത്രിലോകങ്ങളിലും ചെയ്യേണ്ടത് കർമ്മമൊന്നുമില്ലെങ്കിലും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തെന്നാൽ ഈ കാണുന്ന ലോകത്തിൻ്റെ കാരണനായുള്ള വൻ താനാണ്. എനിക്കൊന്നിനോടും ഒരു ബന്ധവുമില്ല. എനിക്ക് കിട്ടേണ്ടതായും കിട്ടാത്തതായും ഒന്നുമില്ല. പിന്നെ അജ്ഞാനികളെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ശ്രേയസ്സിന് വേണ്ടി ഞാൻ കർമ്മം ചെയ്യുന്നു. ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ എന്നെ ആശ്രയിക്കുന്ന ലോകം കർമ്മം ചെയ്യാതെ അകർമ്മണ്യരായി അലസരായിത്തീരും. അങ്ങനെ വന്നാൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോകും. മഹാന്മാരുടെ പാതയാണല്ലോ ജനങ്ങൾ പിന്തുടരുന്നത്. എന്നെ കണ്ടു പഠിക്കാൻ വേണ്ടിയാണ് കർമ്മം ചെയ്യേണ്ടതില്ലാഞ്ഞിട്ടും ഞാൻ സദാ കർമ്മം ചെയ്തു കാട്ടുന്നത്. ഭഗവാന്റെ നിർഗുണഭാവത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. സഗുണഭാവമാണ് മായാമോഹത്താൽ പ്രേരിതമായി കർമ്മം ചെയ്യുന്നത്. പരമാത്മാവിൻ്റെ അപരപ്രകൃതിയാണ് അതിനാധാരം. നമസ്തേ. അടുത്ത ശ്ലോകം 6-ാം ശ്ലോകം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീനാരായണത്തിൽ ശ്ലോകം 6 തുടരും നാളെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതവും നാരായണീയവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. നമസ്തേ.